ബോളിംഗ് ചെയ്യുന്നതും എന്നെ കുറേ പേര് കളിയാക്കുന്നു കൂട്ടുകാർ. ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ ഫസ്റ്റ് ബോളിങ്ങും ഫസ്റ്റ് ബാറ്റിങ്ങും ചെയ്യുന്നത്. അത് സത്യമുണ്ട്. സീരിയസ് നോട്ട്, CCL ഫോർമാറ്റ് കുറച്ച് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാറ്റഗറി റൂൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം അഖിലൊരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ അഖിലൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. കുറേ പേർക്ക് CCL എങ്ങനെയാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകും. ബിക്കോസ് A കാറ്റഗറിയിൽ B കാറ്റഗറിയിൽ ഈ കാറ്റഗറി അഗൈൻ ബൈഫർക്കേഷൻ ഇൻ ടേംസ് ഓഫ് റെപ്യൂട്ടേഷൻ അല്ല, ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് നിങ്ങൾ സിനിമയിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് പോയത് കൊണ്ട് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് TRPയും കുറച്ച് വ്യൂവർഷിപ്പും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താരങ്ങൾ, ഇപ്പോൾ ഫസ്റ്റ് സീസൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, മെനി ആക്ടേഴ്സ് കമ്മിങ് ലൈക്ക് പ്രോമിനൻറ്റ് സ്പേസിൽ നിൽക്കുന്നു. പിന്നെ അവരുടെയൊക്കെ തിരക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. അപ്പം എന്നെ സംബന്ധിച്ച് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കോച്ച് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഭ്രാന്താണ്. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിന് എല്ലാവരും സമയം കണ്ടെത്തി ഇഞ്ചുറീസ് ഒക്കെ ഓക്കെ ഫിഗർ ഇറ്റ് ഔട്ട് എന്നൊക്കെ ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് ഈ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നത്. സംടൈംസ് ഒരുപാട് പേര് രാജീവ് പിള്ള എന്നൊരു വ്യക്തിയുടെ പ്ലേയറിനെ മാറ്റി നിർത്താൻ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഒരു ടീം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറമേ കിട്ടുന്ന ഒരു സൂപ്പർ സ്റ്റാറും ഒക്കെ ഒന്നും ഇന്റർണലി ടീമിലില്ല. ടീമിൽ ഞാനും ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാനും ഇപ്പം നിലവിൽ ടീമിൽ കളിക്കാൻ സ്പേസ് ഇല്ലാത്ത പ്ലേയേഴ്സ് സെയിമാണ്. ജസ്റ്റ് കോട്ടിങ് ഇറ്റ് ബിക്കോസ് രാജീവിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളവരോട്. രാജീവ് വെന്റ് അഹെഡ് ബിക്കോസ് രാജീവ് ഒരുപാട് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് എന്നൊരു ടീം ആ സമയത്ത് ഇപ്പോൾ NOCനെ കുറിച്ച് എനിക്കറിയില്ല, ഞാനല്ല കൊടുക്കുന്നത്. അങ്ങനെ NOC കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചിലപ്പോൾ ടീം അവർക്ക് NOC കൊടുത്തില്ലെങ്കിൽ പുള്ളി കളിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് ഇതൊന്നും നമുക്കറിയില്ല. ആസ് എ ക്യാപ്റ്റൻ ഓഫ് കേരള സ്ട്രൈക്കേഴ്സ് ഫോർ ദിസ് സീസൺ എനിക്ക് കിട്ടിയ ടീം എക്സ്ട്രീംലി കോമ്പറ്റൻ്റ് ആണ്. ഞാൻ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടല്ല ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇതിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാറ്റഗറീസും റൂൾസും ഒരുപാട് എക്സ്ട്രീം ആണ്. സോ ഇറ്റ് ഷോർട്ട്, രാജീവ് ഇസ് എ വെരി റെസ്പെക്റ്റഡ് ആക്ടർ ആൻഡ് ക്രിക്കറ്റർ. അപ്പോൾ പുള്ളീനെ ഈ പെട്ടെന്ന് കയറി ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ ട്രോളിംഗ് ഒന്നും ശരിയല്ല. രാജീവ് നമുക്ക് എതിരെ കളിച്ചു എന്നല്ല, ഞാൻ കളിച്ചത് കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീം മുംബൈ ഹീറോസ് എന്ന ടീമിനെതിരെയാണ്. നമ്മൾ രാജീവ് പുള്ളിക്കെതിരല്ല കളിച്ചത്. ആരും ഇവിടെ കളിച്ചത്. ഒരുപാട് കൂട്ടുകാരുണ്ട്. അർജുനൊക്കെ വിളിച്ചു ഇപ്പോൾ കേട്ടോ. ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി സ്പേസ്. അതിന് ഇത്രയും സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. ഇത്രയും വർഷം കേരള സ്ട്രൈക്കേഴ്സിനെ വേണ്ടി കളിച്ച ഒരാൾ പെട്ടെന്ന് പെട്ടെന്നല്ല സീസൺ പുള്ളി കളിച്ചിട്ടുണ്ട്. Maybe this is the first time medal വന്നിട്ടുണ്ടാവും. But it is great that പുള്ളി പെട്ടെന്ന് ഔട്ടായി. നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് രാജീവ് പിള്ള പോലൊരു ഗുഡ് ക്രിക്കറ്റർ പെട്ടെന്ന് ഔട്ടാവുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളത് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ആ ക്രിക്കറ്ററിനെ ഔട്ടാക്കിയതിന്റെ സന്തോഷം. രാജീവ് പിള്ള എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ വരുന്നില്ല ഒരു ഘട്ടത്തിൽ. ഈവൻ ഇൻ ദ ടീം ഇപ്പോൾ നമ്മൾ പല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ആരും കമ്പാരിസൺ സ്പേസ് നമ്മൾ നിർത്തില്ല. അതെൻ്റെ രീതിയല്ല. ഈ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ ടീമിൽ ഇപ്പോൾ കളിക്കുന്നില്ല. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ടു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഇറ്റ് ഈസ് അൺഫെയർ. ഓൾസോ ഇറ്റ് ഈസ് അൺഫെയർ ടു ഈവൻ തിങ്ക് ദാറ്റ് ഒരു ടീം ഒരു വ്യക്തിയുടെ ബേസിസിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ ടീമിൽ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമിൽ 1-2 പേർക്ക് കളിക്കാനുള്ള അവസരമേ കിട്ടുള്ളൂ, ഒരു സ്പേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ടീമിൽ ഇപ്പോൾ ഒരു റൺ എടുത്ത പ്രചോദേട്ടൻ വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കില്ല, ടീം സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ അതിന് കിട്ടുന്ന അതേ റെസ്പെക്റ്റ് ആയിരിക്കും പ്രചോദേട്ടനും മണിക്കും എനിക്കും അർജുനും എല്ലാവർക്കും. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ കേരള സ്ട്രൈക്കേഴ്സിന്റെ ഈ മാച്ചിൽ ആസ് എ ക്യാപ്റ്റൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ബിക്കോസ് മൾട്ടിപ്പിൾ ആൾക്കാരെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ 1-2 ആൾക്കാരുടെ സിംഗിൾ
സംസാരിക്കാനുള്ളൂ. ബിക്കോസ് ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇനി നമ്മൾ മുംബൈ ഹീറോസുമായിട്ട് കളിക്കാൻ പോകുന്നില്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു മാച്ച് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഡിസ്കഷൻ ഓൺലൈൻ സ്പേസ് നിർത്തുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ രാജീവിനെ വെറുതെ വിടണം. ബിക്കോസ് ഐ തിങ്ക്